السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികളെ, നാം നോക്കിക്കൊണ്ട് ഇരുന്ന വിഷയം മിൻ അഖ്താഇ സൗജാത്ത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഹമദ് ഹഫിളഹുല്ലാഹ് യുടെ ഒരു റിസാലയായ രണ്ട് റിസാലകൾ മിൻ അഖ്താഇൽ അസ്വാജ് അഥവാ ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ അത് നമ്മൾ തീർത്തിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് മിൻ അഖ്താഇ സൗജാത്ത് ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ളതായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ദർസോടുകൂടി ഈ റിസാല അവസാനിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയുള്ള 5 കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി അതിനു മുമ്പ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ അത് തിരുത്താൻ ഉദ്ദേശിക്കുകയാണ്. കഴിഞ്ഞ ദർസിൽ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചാൽ ഭാര്യമാരെടുക്കുന്ന തെറ്റായ നിലപാടുകൾ എന്നിവ നാം പറഞ്ഞിരുന്നു. അതിനിടയിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രണ്ടാമത് വിവാഹം കഴിക്കുന്നവർ ഒന്നാമത്തെ ഭാര്യയെ അറിയിക്കണമെന്നും അത് പുരുഷത്വത്തിന്റെ ഭാഗമായിട്ടെങ്കിലും അറിയിക്കണമെന്ന നിലക്ക് ഞാൻ സംസാരിച്ചിരുന്നു. ആ വിഷയത്തിൽ 3 കാര്യങ്ങൾ എനിക്ക് തിരുത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത്, പൊതുവായിട്ടുള്ള ആമായിട്ടുള്ള ഒരു നസീഹത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ്. രണ്ടാമത്തേത്, ആ പറഞ്ഞ വിഷയം മനസ്സിലാക്കിയെടുത്ത് 2 രീതിയിൽ ആളുകൾ മനസ്സിലാക്കി. അതായത് ഭർത്താക്കന്മാരാണ് നമ്മളോടൊന്ന് പറയുന്നത്, ഭാര്യമാർ മനസ്സിലാക്കിയതിലെ വ്യത്യാസങ്ങൾ. ഒന്ന്, ചില സ്ത്രീകൾ മനസ്സിലാക്കിയത് ഞാൻ വ്യക്തിപരമായി ബഹുഭാര്യത്വത്തെ പ്രോത്സാഹിപ്പിക്കാത്ത, അതിനോട് താല്പര്യമില്ലാത്ത അങ്ങനത്തെ ഒരാളാണെന്ന നിലക്ക്, അതായത് പറയുന്ന ആള് എന്ന നിലക്ക്. രണ്ടാമത്തെ ചില ആളുകൾ വിചാരിച്ചത് രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ ഒന്നാമത്തെ ഭാര്യയെ അറിയിക്കണം, അറിയിച്ചിട്ടേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ള നിലക്കും. ഒന്നാമത്തേത് ഞാൻ പറയട്ടെ, പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പ്രാധാന്യമില്ല. എന്നിരുന്നാലും അല്ലാഹു തആല അനുവദിച്ചതും സാമ്പത്തിക ശേഷിയും ആരോഗ്യവും മാനസികമായി അതിന് തയ്യാറുമുള്ള ആളുകളുടെ മേലെ, പ്രത്യേകിച്ച് ഖുദ്റത്തുൽ മാൽ സാമ്പത്തിക ശേഷിയുള്ളവരുടെ മേലെ അഫ്ളൽ തഅദ്ദുദാണ്, ബഹുഭാരിത്വമാണ്. അത് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം അതിൽ പറയാനുള്ളത്, രണ്ടാമത് കഴിക്കുന്നത് ഒന്നാമത്തെ ആളെ അറിയിക്കണമെന്നുള്ളത്. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണത്തിന് മുമ്പ് അനുവാദം ചോദിച്ച് അറിയിച്ച് കല്യാണം എന്നാണെന്നൊക്കെ പിന്നെ എന്നാണ് ഞാൻ മറ്റൊരു വിവാഹം കഴിക്കണം അറിയിക്കണമെന്നല്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം അറിയിക്കാതെ മറച്ചു വെച്ച് മരിച്ചു പോകുന്ന ഒരവസ്ഥ ഇല്ലാതെ ഇരിക്കാൻ കഴിഞ്ഞിട്ട് അറിയിക്കുന്നതിനെ പറ്റിയിട്ടാണ്. മൂന്നാമത്തേത് എനിക്ക് ആ വിഷയത്തിൽ തിരുത്താനുള്ളത്, എൻ്റെ ആ അഭിപ്രായം തന്നെ ഒരു തെറ്റായിരുന്നു എന്നുള്ളതാണ്. ഒരു ഭർത്താവ് എന്ന നിലക്കും ഒരു പുരുഷൻ എന്ന നിലക്കും എന്നെ തിരുത്താൻ, ഈ വിഷയത്തിൽ തിരുത്താൻ ഏറ്റവും യോഗ്യയായ സ്ത്രീ തന്നെയാണ് ഇതെന്നെ തിരുത്തിയതും, അതായത് എൻ്റെ ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നു, രണ്ടാമത്തെ ഭാര്യയെ ഒന്നാമത്തെ ഭാര്യയെ അറിയിക്കാതെ രണ്ടാമത്തെ കല്യാണം കഴിക്കുക എന്നുള്ളത് ആണത്വത്തിന്റെ ഭാഗമായ നിലക്കൊക്കെ മോശമാണ് എന്നുള്ള നിലക്ക് പറയുന്നു. എൻ്റെ ഭാര്യ അത് അവർ വ്യക്തമായി എനിക്ക് തിരുത്തുന്നു. അവർ പറഞ്ഞു, ചില ദമ്പതിമാർ, ചില ഭാര്യമാർ അസുഖങ്ങൾ ഉള്ളവരുണ്ടാകും, പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, നടുവേദനയോ അതുപോലെ മറ്റു പല അസുഖങ്ങളുള്ളവർ. സ്വാഭാവികമായിട്ടും ഭർത്താവിന് ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരും. എന്നാൽ ഈ ഭാര്യക്ക് അല്ലാഹു തആല കൊടുക്കുന്ന രോഗങ്ങളാണ്, അത് ആ ഭാര്യയുടെ കുറ്റമല്ല. അപ്പോൾ ആ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആ ഭാര്യയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ, ഭാര്യ അറിഞ്ഞൊരു വിഷമാവണ്ട എന്ന നിലക്ക് അറിയിക്കാതെ മറ്റൊരു വിവാഹം കഴിച്ചാൽ അതൊരിക്കലും എന്താവില്ല, മോശമാവില്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം അവർ പറഞ്ഞു തന്നത്,
ചില സ്ത്രീകളുടെ മനസ്സ് വളരെ ദുർബലമായിരിക്കും. ഒരു ഭർത്താവ് മറ്റു വിവാഹം കഴിച്ച് താങ്ങാൻ പറ്റാത്ത, ഇനി അറിഞ്ഞാൽ തന്നെ എന്നോടിപ്പോ സ്നേഹമല്ല, എന്നോട് എന്തോ ആ നിലയ്ക്ക് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ടാവും. അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവരെ വിഷമിക്കേണ്ട ആ നിലയ്ക്കും അതറിയിക്കാതെ എന്നാൽ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചാൽ അതും എന്താവില്ല, ഒരു മോശമോ ഒന്നും ആവില്ല. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞത് വിഷയം തന്നെ ഞാൻ തിരുത്തുകയാണ്. അത് ഓരോ ആളുകളുടെയും സാഹചര്യത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ച് അത് ഓരോരുത്തർ തെരഞ്ഞെടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞതിൽ ഏതെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ വിവാഹം ഉദ്ദേശിക്കുന്നവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ആ സംസാരം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് വ്യക്തിപരമായി തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ 21ാമത്തെ വിഷയമാണ് പറയുന്നത്, ഭാര്യമാരുടെ അബദ്ധങ്ങളിൽ ഇഫ്ശാഉ സിർറിൽ ഫിറാഷ്, കിടപ്പറയിലെ രഹസ്യങ്ങൾ പരസ്യമാക്കുക എന്നുള്ളത്. ചില സ്ത്രീകൾ, നമ്മൾ പുരുഷന്മാരുടെ വിഷയത്തിൽ പറഞ്ഞിരുന്നു ഇതേ വിഷയം, കിടപ്പറയിലെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് നാം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ചില സ്ത്രീകൾ ഇതേ സ്വഭാവമുള്ളവരുണ്ടാവും. തങ്ങളുടെ ഭർത്താവുമായിട്ട് കിടപ്പറ പങ്കിടുകയും ആ ഭർത്താവുമായി കിടപ്പറ പങ്കിട്ട ആ രഹസ്യങ്ങളും ആ കാര്യങ്ങളും തന്റെ കൂട്ടുകാരികളോട് അല്ലെങ്കിൽ തന്റെ അടുത്ത കുടുംബക്കാരോട് അങ്ങനെയുള്ളവരോടൊക്കെ പങ്കുവെക്കുന്ന അവസ്ഥ. ഇതിൽ ഭർത്താവിന്റെ അവരിൽ മാത്രം അറിയുന്ന ന്യൂനതകളും അങ്ങനെ മറ്റു പല കുറവുകളും എല്ലാം അത് പങ്കുവെക്കുന്ന ഒരവസ്ഥ ചില സ്ത്രീകളിൽ കാണാൻ സാധിക്കും. വലിയ അപകടമാണത്. ദീനുമുള്ള, നല്ലൊരു സ്വഭാവമുള്ള, നല്ലൊരു പെരുമാറ്റമുള്ള ഒരു സ്ത്രീക്കും യോജിച്ച ഒരു വിഷയമല്ല ഈ ഒരു വിഷയം. ഇങ്ങനെ കിടപ്പറ രഹസ്യങ്ങൾ പരസ്യമാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ഹദീസ് തന്നെ, ഒരിക്കൽ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്, പുരുഷന്മാരും അപ്പുറത്ത് സ്ത്രീകളുമെല്ലാം ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ല റജുലൻ യഖൂലു മാ യഫ്അലുഹു ബിഅഹ്ലിഹി വലഅല്ല ഇംറഅതൻ തുഖ്ബറു ബിമാ ഫഅലത് മഅ സൗജിഹാ. എനിക്ക് തോന്നുന്നുണ്ട് ചില ഭർത്താക്കന്മാർ ഭാര്യയുമായിട്ട് കിടപ്പറ പങ്കിട്ടത് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, ചില സ്ത്രീകൾ ഭർത്താവുമായി പങ്കിട്ടത് മറ്റുള്ളവരോട് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ഫഅറമ്മൽ ഖൗം, ആളുകളൊന്നും മിണ്ടുന്നില്ല, ചുറ്റുള്ളവരൊന്നും മിണ്ടുന്നില്ല. അപ്പോ അസ്മാ ബിൻത് യസീദ് പറഞ്ഞു, ഐ വല്ലാഹി യാ റസൂലല്ലാഹ് ഇന്നഹുന്ന ലയഖുൽന വഇന്നഹും ലയഫ്അലൂൻ. ഉണ്ട് റസൂലുള്ളാഹി, ഈ സ്ത്രീകൾ അങ്ങനെ പറയുന്നുണ്ട്, ഈ പുരുഷന്മാർ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ തഫ്അലൂ ഫഇന്നമാ മിസ്ലു ദാലിക മിസ്ലു ശൈത്വാനി ലഖിയ ശൈത്വാന ഫഗശിയഹാ വന്നാസ് യൻദുറൂൻ. അങ്ങനെ ചെയ്യരുത്. അതിന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൈത്താൻ, ഒരു ആൺ ശൈത്താൻ ഒരു പെൺ ശൈത്താനിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയും ആളുകൾ കണ്ടുകൊണ്ടിരിക്കെ അവർ വ്യഭിചരിക്കുകയും ചെയ്യുന്നത് പോലെയാണ്. അതായത് സ്വന്തം ഭർത്താവുമായിട്ടുണ്ടായിരുന്ന കിടപ്പറ രഹസ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാം. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ആധുനിക ഒരു സമൂഹത്തിൽ ഇതിനോടൊരു ലജ്ജയുമില്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ലജ്ജയുമില്ലാത്ത, കൂട്ടുകാരികളോടും മറ്റുള്ളവരോടും ഭർത്താവിന്റെ ന്യൂനതകളും മറ്റു കാര്യങ്ങളും അങ്ങനെ ഓരോന്നും ചർച്ച ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന അപകടകരമായ, ഇസ്ലാമികമല്ലാത്ത, ഏറ്റവും മോശപ്പെട്ട, വൃത്തികെട്ട ഒരു ശൈത്താനിന്റെ സ്വഭാവമായിട്ട് ചില സ്ത്രീകൾ ഇത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹത്തായ സ്ത്രീകളെ പറ്റി പറഞ്ഞത് എന്താണ്? ഫസ്വാലിഹാതു ഖാനിതാതു ഹാഫിളാതു ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു തആല കാത്തു സൂക്ഷിച്ച കാര്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവർ അവരാണ് സ്വാലിഹത്തായ സ്ത്രീ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരിമാരോട് നമുക്ക് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്, തങ്ങളുടെ ഭർത്താവിനോടൊപ്പമുള്ള രഹസ്യങ്ങൾ, തങ്ങളുടെ ഭർത്താവിനോടൊപ്പമുള്ള കിടപ്പറ രഹസ്യങ്ങൾ അത് സ്വന്തം ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെങ്കിലും മറ്റാരാണെങ്കിലും അത് പുറത്തു പറയാൻ പാടില്ല, അത് അറിയിക്കാൻ പാടില്ല. അത് വലിയ ഒരു അബദ്ധവും അപകടവുമാണ് എന്നുള്ളത് പ്രത്യേകം സൂക്ഷിക്കുക. നല്ല ദീനുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ബുദ്ധിയുള്ള സ്ത്രീകൾ ഇത് വ്യക്തമായി സംരക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് 22ാമത്തെ വിഷയം, വസ്ഫുൽ മർഅത്തി നിസാഇ ലിസൗജിഹാ. ഒരു സ്ത്രീയെ കുറിച്ച് തന്റെ ഭർത്താവിനോട് വർണ്ണിച്ചു കൊടുക്കൽ. ഒരു സ്ത്രീയുടെ സൗന്ദര്യം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ തന്റെ ഭർത്താവിന്, തന്റെ ഭാര്യ, ഒരു സ്ത്രീ വർണ്ണിച്ചു കൊടുക്കുക എന്നുള്ളത്.
പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില സ്ത്രീകൾ അവരുടെ കൂട്ടുകാരികളാവാം, അല്ലെങ്കിൽ കുടുംബക്കാരികളാവാം, അല്ലെങ്കിൽ സഹോദരിമാർ തന്നെയാവാം, അവരുടെ ശരീരത്തെ കുറിച്ചും അവരുടെ മറ്റു പല കാര്യങ്ങളും അതിനെ വർണ്ണിച്ചുകൊണ്ട് ഭർത്താവിനോട് വളരെയധികം ആ ഒരു വിശാലതയിൽ തന്നെ സംസാരിക്കുന്ന ചില സ്ത്രീകളുണ്ട്, ചില ഭാര്യമാരുണ്ട്. ഇത് വളരെയധികം സ്ത്രീകൾ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഭർത്താവല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അത് പറഞ്ഞുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിഷയത്തിലും നിർദ്ദേശിച്ച മേഖലകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു കുടുംബ ജീവിതത്തിനും ഒരു മനുഷ്യന്റെ ഏറ്റവും സന്തോഷകരവും സുരക്ഷിതവുമായ ജീവിതത്തിന് ഇസ്ലാം മാത്രമാണ് പരിഹാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ നോക്കൂ, ലാ തുബാശിറുൽ മർഅത്തുൽ മർഅ ഫതൻഅതുഹാ ലിസൗജിഹാ കഅന്നഹു യൻദുറു ഇലൈഹി. ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയെ കുറിച്ച് തന്റെ ഭർത്താവിനോട് വിവരിച്ച് കൊടുക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഒരു അലങ്കാരികമായിട്ട് അവളുടെ വിശേഷണങ്ങൾ പറയാതിരിക്കട്ടെ. ഏതുപോലെ അവന് അവളെ കാണാം, അതായത് ഈ വിശേഷണങ്ങൾ കേട്ടിട്ട് അതുപോലെ കാണാൻ പറ്റുന്ന രീതിയിൽ വിശേഷിപ്പിക്കാതിരിക്കട്ടെ. അതായത് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഒരു സ്ത്രീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, അല്ലെങ്കിൽ സ്വഭാവം അങ്ങനെയാണ്, കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ഖായിദയാണ് സദ്ദു ദരിഅ എന്ന് പറഞ്ഞത്. അതായത് ഒരു തെറ്റിലേക്ക് പോകുമെന്ന് തോന്നിയാൽ ആ തെറ്റിലേക്ക് പോകുന്ന മറ്റെല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കുക എന്നുള്ളത് സദ്ദു ദരിഅ എന്ന് പറയും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് സദ്ദു ദരിഅക്ക് അസ്ലായിക്കൊണ്ട് എടുത്ത തെളിവ് ഈ ഹദീസാണ്. അതായത് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് എത്തും? സ്വാഭാവികമായിട്ടും അത് കുടുംബത്തിലുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം സഹോദരിയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ, ഈ ഭർത്താവിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ആ സ്ത്രീയോടുള്ള ആഗ്രഹം വർദ്ധിക്കുന്ന ചിന്ത അതിലേക്ക് വഴിമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇബ്നു ജൗസി റഹ്മഹുള്ള പറയുന്നുണ്ട്, വഅലം അന്നഹു ഇന്നമാ നഹ്യുൻ അൻ ഹാദിഹി ലിഅന്ന الرجل إذا سمع وصف المرأة تحركت همته واشتغل قلبه. ഇത് നിരോധിക്കാനുള്ള കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അവന്റെ ചിന്ത മാറാൻ തുടങ്ങും, അവന്റെ കൽബ് അതിൽ മുഴുകാൻ തുടങ്ങും, അത് അസ്വസ്ഥമാകുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ സ്ത്രീകൾക്ക് മനസ്സിലാവൂല പുരുഷന്മാരുടെ അവസ്ഥയും ചിന്തയും എന്താണ് എന്നുള്ളത്. സഹോദരിമാരെ, നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങളിത് പറയുന്നത് വഴി അവരുടെ കൽബിനുണ്ടാകുന്ന മാറ്റവും അവരുടെ കൽബിനുണ്ടാകുന്ന ചിന്തയും അതുവഴി അവരെത്തുന്ന വലിയ അപകടം ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും. എത്രയോ കുടുംബങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മുടെ നാടുകളിൽ എത്രയോ വാർത്തകൾ നമ്മൾ കാണുന്നതാണ്. കുടുംബത്തിൽ ഉണ്ടാകുന്ന വ്യഭിചാരങ്ങൾ, മറ്റു പലതും. നമ്മൾ അവസാനത്തെ വാർത്ത മാത്രമേ അറിയുള്ളൂ. അതിനുണ്ടായിരുന്ന ഈ വഴി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഒരു കാര്യം ഹറാമാക്കുമ്പോ അതിലേക്കുള്ള എല്ലാ മാർഗത്തെയും നിരോധിച്ചുകൊണ്ടായിരിക്കും ഇസ്ലാം ഒരു നിയമം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇനി 23-ാമത്തെ വിഷയം, അത്തബറുമു മിൻ ഖവാമത്തി റജുൽ. പുരുഷന്റെ ഖവാമത്ത് അഥവാ പുരുഷന്റെ അധികാരം, പുരുഷനാണല്ലോ സ്ത്രീകളുടെ അധികാരം, ഇത് അംഗീകരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഇതിനോടുള്ള വിയോജിപ്പ്, ഇത് വളരെ ഗൗരവത്തിൽ സഹോദരിമാർ, പ്രത്യേകിച്ച് ഉമ്മമാർ അവരുടെ വിവാഹപ്രായമായ പെൺകുട്ടികളോട്, അവരുടെ മക്കളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. നാം മുമ്പ് ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ സൂചിപ്പിച്ചിരുന്നു. ചില സ്ത്രീകൾക്ക് ഇന്ന് കാലത്ത് പ്രത്യേകിച്ച് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയാത്ത വിഷയമാണ് തന്നേക്കാൾ അധികാരവും കാര്യങ്ങളുടെ നിയന്ത്രണവും എല്ലാം ഉള്ളത് പുരുഷനാണ് എന്ന് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്. ഇതിന്റെ അപകടം പ്രത്യേകിച്ച് പിതാക്കന്മാരോട് കൂടി നമുക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ തന്നെ ആ വിഷയം പഠിപ്പിച്ചു വളർത്തണം. കാരണം ഇത് പൊതുവായിട്ട് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ ശറഇലാവട്ടെ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഫിത്രത്തിലാവട്ടെ, അല്ലെങ്കിൽ മനുഷ്യന്റെ അനുഭവത്തിൽ നിന്നുമാവട്ടെ, ഉറപ്പുള്ള കാര്യമാണ് പുരുഷന് സ്ത്രീയേക്കാൾ കഴിവുണ്ട് എന്നുള്ളതും, അതുപോലെ ഖവാമത്ത് പുരുഷനാണ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതും. അതിലൊരു സംശയവുമില്ല. നാം മുമ്പ് പറഞ്ഞതുപോലെ മാതാപിതാക്കളോട് നാം പറയട്ടെ,
നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, അതായത് പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ, അത് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം എന്ത് വിദ്യാഭ്യാസമാണെങ്കിലും ഈ കാര്യം അതിനോടൊപ്പം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പുരുഷനേക്കാൾ താഴെയാണ് സ്ത്രീ എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു സ്ത്രീയെ അഭിസംബോധന ചെയ്യുമ്പോഴും പുരുഷനെ അഭിസംബോധന ചെയ്യുമ്പോഴുള്ള വാക്കുകളുണ്ട്. അതായത് ഒരു പുരുഷനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ പറയുന്ന വാക്ക് അൻത എന്നാണ്, ഒരു സ്ത്രീ ആണെങ്കിൽ അൻതി എന്നാണ്. ഭാഷയുടെ പണ്ഡിതന്മാർ പറയും പുരുഷന്മാർക്ക് അൻത എന്ന മേലെയുള്ള വരാനും സ്ത്രീകൾക്ക് താഴെ വരാനുള്ള കാരണം സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് സ്ഥാനമുണ്ട്. അറബി ഭാഷയുടെ പ്രത്യേകതയാണ് അത്. ഒരു വാക്കിന് തന്നെ അതിന്റെ മറ്റു പല ആശയങ്ങളുമായിട്ടും ബന്ധമുണ്ടാകും. അപ്പൊ അത്രത്തോളം മനസ്സിലാക്കി കൊടുക്കണം. കാരണം ബാത്തിലിന്റെ ആളുകൾ നമ്മുടെ ചെറിയ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പല പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൂടെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ സാധിക്കും. അത് വലിയ അപകടമാണ്. വലിയ അപകടം പറഞ്ഞു കഴിഞ്ഞാൽ അത് നാം പറഞ്ഞല്ലോ, ഇന്ന് കാലത്ത് ഫെമിനിസം പോലെയുള്ളതിലേക്കും പിന്നീട് നിരീശ്വരവാദത്തിലേക്കും പിന്നീട് ഇസ്ലാമിനോട് തന്നെ വെറുപ്പ് തോന്നുന്ന ആ ഒരു അവസ്ഥയിലേക്കും എത്തിക്കുന്നുണ്ട് എന്ന് നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒന്നാമത് സഹോദരന്മാർ അവര് മനസ്സിലാക്കുക എന്ത്, പുരുഷന്മാരെക്കാൾ താഴെയാണ് ഞങ്ങൾ എന്നുള്ളത്. അതിന് ചില ഉദാഹരണങ്ങൾ ശൈഖ് കൊടുക്കുന്നതാണ്. ഒന്ന് അല്ലാഹു തആല പറഞ്ഞു, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിദ്ദിജാരി അലൈഹിന്ന ദറജ വല്ലാഹു അസീസുൻ ഹകീം. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പോലെ അവകാശങ്ങളുണ്ട്, എന്നാൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ദറജയുള്ളവരാണ്, സ്ഥാനമുള്ളവരാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശൈഖ് എണ്ണി പറയുന്ന ചില കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അല്ലാഹു തആല പറഞ്ഞതുപോലെ തന്നെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേലെയുള്ള കൈകാര്യകർത്തൃത്വം പുരുഷന്മാർക്കാണ്. ഇനി എന്തൊക്കെയാണ് ഒരു തെളിവുകൾ പറയുന്നത് വെച്ചാൽ, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ അസ്ലാക്കുകയും സ്ത്രീയെ അതിന്റെ ഫറആക്കുകയും ചെയ്തു. അതായത് പുരുഷനെ അടിസ്ഥാനവും സ്ത്രീയെ അതിന്റെ ശാഖയാക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്താണ്, വഖലഖ മിൻഹാ സൗജഹാ, അതായത് ആദമിൽ നിന്ന് അത് തന്റെ ആദമിനുള്ള ഇണയെ സൃഷ്ടിച്ചു. അപ്പൊ അസ്ല് പുരുഷനാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സ്ത്രീയുടെ അതായത് വളഞ്ഞ വാരിയല്ലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസ് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ബുദ്ധി എന്നുള്ളത് പുരുഷന്മാരെക്കാൾ കുറവാണ്, ബുദ്ധി കൊണ്ടും ദീന് കൊണ്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റഅയ്തു നാഖിസാതു അഖ്ലിൻ വദീനിൻ, അതായത് ഞാൻ കണ്ടിട്ടില്ല പുരുഷനേക്കാൾ സ്ത്രീ ബുദ്ധി കൊണ്ടും ദീന് കൊണ്ടും കുറവായിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ നുഖ്സാനുൽ അഖ്ലി വദ്ദീൻ, എന്താണ് ബുദ്ധിയിലെയും ദീനിലെയും കുറവ് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ നുഖ്സാനുൽ അഖ്ലി ഫശഹാദതു ഇംറഅതൈൻ തഅദിലു ഷഹാദത റജുൽ وتمكث الليالي ما تصلي وتفطر في رمضان فهذا نقصان الدين. അതായത് ബുദ്ധിയിലുള്ള കുറവ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന് പകരം പിന്നെ ദീനിൽ സാക്ഷികളായിട്ട് എന്ത് വേണം, ഒരു കാര്യത്തിന് സാക്ഷി നിൽക്കുകയാണെങ്കിൽ ഒരു പുരുഷൻ അതില്ല എങ്കിൽ 2 സ്ത്രീകൾ വേണം, 2 സ്ത്രീകൾ വേണം എന്നുള്ളത് ആയത്ത് ദീനിലൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദീനിൽ എന്താണ്, അവരെ ഹൈദ് പോലെ നിഫാസ് പോലെയുള്ള മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് നമസ്കാരം ഒഴിവാകുന്നു, റമദാനിലെ നോമ്പ് ഒഴിവാകുന്നു. ഈ 2ലും അവർക്ക് കുറവുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ അവരുടെ ഖുവ്വത്തിൽ ഇപ്പൊ എന്തൊക്കെ ഒരു സ്ത്രീ പുരുഷന് സമമാണെന്ന് പറഞ്ഞ് വാദിച്ചു വന്നാലും ഒന്ന് അവർക്ക് തന്നെ അറിയാം പുരുഷനേക്കാളും ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കുറവാണ് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ പിന്നെ പുരുഷനേക്കാളും ദുർബലതകൾ, ഹൈല് പോലെ നിഫാസ് പോലെ പിന്നെ ഹമല് ഗർഭം ചുമക്കുന്നത് പോലെ അതുപോലെയുള്ള മറ്റു പല കുറവുകൾ. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് ഒരു ബുദ്ധിയുള്ള സ്ത്രീക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമാണ് തന്നേക്കാൾ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തആല സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ബാധ്യത. ഇതിന്റെ അർത്ഥം പുരുഷന്മാർ സ്ത്രീകളെ അടിമകളാക്കി വെക്കണമെന്നല്ല. സ്ത്രീ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ അവരെ ബഹുമാനിക്കുകയും അവരോടുള്ള ഹക്ക് വീട്ടുകയും അതുപോലെ അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവരോടൊപ്പം ജീവിക്കുകയും ഇതെല്ലാം ചെയ്യൽ പുരുഷന്റെ ബാധ്യതയുമാണ്. അപ്പൊ ഇത് ഗൗരവത്തിൽ സ്ത്രീകൾ മനസ്സിലാക്കണം, ആ സ്ഥാനം കൊടുക്കാൻ. വിവാഹം ഇപ്പോൾ കഴിഞ്ഞവരാണെങ്കിലും ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഇത് കേൾക്കുന്ന സ്ത്രീകൾ അവരുടെ പെൺകുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അത്രത്തോളം
ബാത്തിലിന്റെ ആളുകൾ ഈ ഒരു ചിന്ത നമ്മുടെ ചുറ്റും പടർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി ഇന്ന് വളരുമ്പോ ആ കുട്ടി വളരുന്ന മാനസികാവസ്ഥ തന്നെ ഞാനും പുരുഷനും ഒരുപോലെയാണ് എന്നുള്ള രീതിയിലാണ്. അവർക്ക് കിട്ടുന്ന എല്ലാ ഇൽമും ചുറ്റുഭാഗത്ത് കിട്ടുന്നത് ആ രീതിയിലാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ വിഷയം ശ്രദ്ധിക്കുക. ഒരു ഉറപ്പാണ്, ഒരു സ്ത്രീ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് മാറുക എന്നാൽ ഖുറാനിന്റെയും ഹദീസിന്റെയും ആയത്തുകളെയും ഹദീസുകളെയും നിഷേധിക്കാതെ പറ്റില്ല. അവർ കുഫറിലേക്ക് നിരീശ്വരവാദത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഗൗരവത്തിന്റെ വിഷയത്തെ എടുക്കുക. ഈ 24-ാമത്തേത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് ഇഖ്തിലാത്ത്, ഭാര്യമാർ അന്യപുരുഷന്മാരുമായിട്ട് ഇടകലരുന്ന അവസ്ഥ. അവരുടെ മുമ്പിൽ തബറുജ്, തന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ. ചില ഭാര്യമാർ, ചില സ്ത്രീകൾ അവര് പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്നതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരുമായിട്ട്, ഭർത്താവിന്റെ സഹോദരന്മാർ, ഭർത്താവിന്റെ കസിൻസ്, അല്ലെങ്കിൽ ഭർത്താവിന്റെ മറ്റു പലരും, അതുപോലെയുള്ള വിവാഹത്തിലുള്ള മഹ്റമാവത്ത, അതായത് ഭർത്താവിന്റെ ഉപ്പയല്ലാത്ത മറ്റു ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരായിട്ടൊക്കെ യാതൊരു മടിയും ഉണ്ടാവില്ല. അവരുടെ മുമ്പിൽ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ, അവരോട് സംസാരിക്കാൻ, അവരുടെ മുമ്പിൽ പിന്നെ ഒരു ലജ്ജയുമില്ലാതെ ഇറങ്ങി പെരുമാറാൻ, അതുപോലെയുള്ള അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഒരു സംഗമം, അല്ലെങ്കിൽ ഒരു വിവാഹം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ഒരു പരിപാടികളിൽ മറ്റുള്ളവരുമായി ഇടപഴകാനോ അതുമായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ പോട്ടെ വല്ല അതിഥികൾ വന്നാൽ, അല്ലെങ്കിൽ മറ്റു കുടുംബക്കാർ വന്നാൽ, സ്വന്തം കുടുംബത്തിൽ തന്നെ മഹ്റമല്ലാത്ത ആളുകളുമായിട്ട് ഇവരോടൊക്കെ ഇടപഴകുമ്പോൾ ദീനിന്റെ ഒരു മര്യാദയും പാലിക്കാതെ തന്റെ സൗന്ദര്യം കാണിച്ച്, ശരീരം കാണിച്ച് അതുപോലെ ഇറങ്ങി നടക്കുന്ന ചില സ്ത്രീകൾ, ഇത് ഭർത്താവ് പറഞ്ഞ് നിർബന്ധിച്ചാൽ പോലും അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്റെ സൗന്ദര്യം കാണിക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് ഹറാമാണ്. നാം പറഞ്ഞിരുന്നു, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല എന്നുള്ളത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതും എന്നും കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, ഈ ഒരു ശീലം, ഈ ഒരു സംസ്കാരം ഒരിക്കലും ഇസ്ലാമിൻ്റെതല്ല. നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളായിട്ട് അറിയപ്പെടുന്നവർ ഇത് പിന്തുടരുന്നു. അവര് അമ്മായിയുടെ മക്കളുമായിട്ട് ഒരുമിച്ച് ബൈക്കിൽ പോകുന്നു, പിന്നെ ഇവിടുന്ന് ഒരു സ്ത്രീ ഭർത്താവിന്റെ സഹോദരന്മാരുമായിട്ട് ഇടപഴകുന്നു. അതൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല. അതെല്ലാം പാശ്ചാത്യ സംസ്കാരമായിട്ട് കാലങ്ങളായിട്ട് മാറി വന്ന വൃത്തികെട്ട സ്വഭാവമാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല ഇതുപോലെയുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ ഒരു നല്ലൊരു വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെയുള്ള വിവാഹമാവട്ടെ അല്ലെങ്കിൽ മറ്റു വല്ല കുടുംബക്കാരൊക്കെ കൂടുന്ന ആ സദസ്സുകളിൽ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ ഒരു പുരുഷന്റെ അവസ്ഥ എന്തായിരിക്കും? പുരുഷൻ ആ സ്ത്രീയെ നോക്കും, ആ സ്ത്രീയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നോക്കും. കാണുമ്പോ പുരുഷൻ അങ്ങനെയാണ്. ഇപ്പൊ സഹോദരിമാരെ, ഭർത്താവിന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അന്യപുരുഷനാണ്. നിങ്ങളെ ഭർത്താവ് മരിച്ചാൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ യോഗ്യതയുള്ള ആളാണ്. എത്രയോ കുടുംബങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു ശ്രദ്ധയുമില്ലാതെ, ഗൗരവവുമില്ലാതെ, എത്രയോ അവിഹിത ബന്ധങ്ങളായിട്ട് വളരെ പുറത്ത് പറയാൻ പോലും മടിക്കുന്ന എത്രയോ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞൊരു ഹദീസ്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഈ ഓരോ വിഷയത്തിലും റസൂലുള്ളാഹിന്റെ നിർദ്ദേശങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് ഉറപ്പാവും, നമ്മുടെ കൽബിൽ യഖീൻ വരും. നമ്മുടെ അള്ളാഹുവിലുള്ള വിശ്വാസവും നമ്മുടെ ദീനിലുള്ള വിശ്വാസവും അത്രത്തോളം കൃത്യമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു മാറ്റും, ഒരു കുറവും ഒരു കുഴപ്പവും വരാത്ത രീതിയിലാണ് ദീനിന്റെ നിയമങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂലു അലന്നിസാ, നിങ്ങൾ സൂക്ഷിച്ചോളി, സ്ത്രീകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളി, നിങ്ങൾ സൂക്ഷിക്കണം. ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോകുന്നത് നിങ്ങൾ സൂക്ഷിച്ചോളണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൻസാരികളിൽപ്പെട്ട ഒരു പുരുഷൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അറഅയ്തൽ ഹംവ്, അല്ലാഹുവിന്റെ റസൂലേ, ഹംവ് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർ. ഹമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതായത് ഹമ്മു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരന്മാർ, അല്ലെങ്കിൽ അതുപോലെയുള്ള അടുത്ത കുടുംബങ്ങൾ, അതായത് ഭർത്താവിന്റെ കസിൻ, അതുപോലെയുള്ള ആളുകൾ. അവരുമായിട്ട് എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീ? ഭർത്താവിന്റെ ഈ അടുത്ത കുടുംബക്കാരുമായിട്ട്, സഹോദരങ്ങളുമായിട്ട് എങ്ങനെയായിരിക്കണം? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്തറിയോ? അൽ ഹമ്മു അൽ മൗത്ത്. ഹമ്മെന്ന് അവസ്ഥ അത് മരണമാണ്.
അത്രത്തോളം അപകടമാണത്. അവിടെ നാട്ടുകാരെങ്ങനെയാണ്, ഒരു നാടിന്റെ മര്യാദ എങ്ങനെയാണ്, എന്താ എന്റെ ഭാര്യ എങ്ങനെ ചില ഭർത്താക്കന്മാരോട് പറയും. സഹോദരിമാരെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരണമാണെങ്കിൽ അത് നാട്ടുകാരെന്ത് പറഞ്ഞു, അല്ലെങ്കിൽ നാടിന്റെ സംസ്കാരം, അതല്ല ഇവിടെ വിഷയം. നമ്മൾ നമ്മുടെ ദീനിന്റെ നിയമങ്ങളാണ് അനുസരിക്കേണ്ടത്. നിങ്ങളുടെ സൗന്ദര്യം അത് ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാരുമായി ഇടപഴകുക എന്നുള്ള അപകടമാണ്, വലിയ അപകടങ്ങളിലേക്ക് അത് നയിക്കും. അതുപോലെ തന്നെ ഇന്ന് കാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാതെ പോകാൻ പറ്റാത്ത ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയകൾ എന്നുള്ളത്. ഇതില് ഈ ഭർത്താവിന്റെ അടുത്ത കുടുംബം എന്നുള്ള നിലക്ക് പറയുന്ന ഒരു വിഷയം, ഇന്ന് ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതായത് ഒരു കുടുംബത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിലുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാവും. അതിലേക്ക് വിവാഹം കഴിച്ചു വരുന്ന പെൺകുട്ടികളും ഉണ്ടാവും, ഭർത്താക്കന്മാരും ഉണ്ടാവും. എല്ലാവരും ഒരു ഗ്രൂപ്പിലായിരിക്കും. അതിൽ പല ചർച്ചകൾ, അതിൽ പലരും ഓഡിയോസ് ഇടും, പുരുഷന്മാർ ഓഡിയോസ് ഇടും, സ്ത്രീകൾ ഓഡിയോസ് ഇടും, ചിലപ്പോൾ ചിത്രങ്ങൾ ഇടും, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ. സഹോദരിമാരെ, ഞാൻ പറയട്ടെ, കുടുംബബന്ധം തകർക്കാനല്ല. നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ് തുടങ്ങിയോളൂ, സ്ത്രീകൾക്കൊന്നും തുടങ്ങിക്കോളും, പുരുഷന്മാർക്ക് വേറെ ഒന്നും തുടങ്ങിക്കോളും. ഇതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ നമ്മുടെ നാടുകളിൽ തന്നെ ഒരുപാട് വാർത്തകൾ എനിക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അപകടങ്ങൾ, അതായത് ഭർത്താവിന്റെ ഒരു കസിനായിരിക്കും സ്ത്രീ, ആ കസിന് ഈ സ്ത്രീയോടോ അല്ലെങ്കിൽ സ്ത്രീയോടോ ശൈത്താൻ കളിക്കും. ഒന്നുകിൽ എന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കേട്ടിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം കണ്ടിട്ട്, ആരും അറിയില്ല. ഒരു പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചാൽ ആരും അറിയില്ല. അങ്ങനെ തുടങ്ങിയിട്ട് വ്യഭിചാരത്തിലേക്ക് എത്തി പിടിക്കപ്പെട്ട എത്രയോ അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുടുംബത്തിലൊരു ബന്ധം വേണം. സ്ത്രീകൾ മാത്രമായിട്ടൊന്നും തുടങ്ങിക്കോളും, പുരുഷന്മാർ മാത്രമായിട്ടൊന്നും തുടങ്ങിക്കോളും. ഇത് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ തന്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ, അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ. സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകളെ സൂക്ഷിക്കുക. പോട്ടെ, ചില സ്ത്രീകള് പുറത്തിറങ്ങുമ്പോൾ നിക്കാബൊക്കെ ഇട്ട് ധരിക്കുന്ന ആ സ്ത്രീകൾ നിക്കാബിട്ടിട്ടുള്ള ഫോട്ടോസ് ഇട്ടിട്ട് നിക്കാബിട്ടിട്ട് കൺവെൻഷൻ എഴുതിയിട്ട് കണ്ണ് കാണിച്ചിട്ട് അവർക്ക് പറ്റുന്നില്ല. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് താൻ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഔറത്തൊക്കെ മറക്കുന്ന സ്ത്രീകളൊക്കെ, ഹിജാബൊക്കെ ധരിക്കുന്ന സ്ത്രീകൾ തന്നെ ചിലപ്പോ കൈ മാത്രം എടുത്ത് ഫോട്ടോ എടുക്കുന്ന അവസ്ഥ, മൈലാഞ്ചിയിട്ട് കൈ ഫോട്ടോ എടുക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതൊക്കെ ഇതിനകത്ത് നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സൗന്ദര്യവും നിങ്ങളുടെ ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ ആ രീതിയിലേക്ക് തന്നെ കാത്തു സൂക്ഷിക്കണം. സഹോദരിമാർ, ഇത് ഗൗരവത്തിൽ തന്നെ എടുക്കണം. ഇതിന്റെ അപകടം ശൈത്താൻ നമ്മുടെ മേലെ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ പറയാ ഒരു കെണി നമുക്കറിയില്ല. മെല്ലെ ഏറ്റവും ക്ഷമയുള്ള ആളാണ് ശൈത്താൻ, ഏറ്റവും ക്ഷമ. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ച് തുടങ്ങുന്നത് ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം ഒരു കാര്യത്തിൽ എത്തിക്കാനുള്ള പ്ലാനിങ് ആയിരിക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ ഏത് നിമിഷവും ശൈത്താനിന്റെ കെണികളെ സൂക്ഷിക്കുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കുള്ള ഒരു ആഗ്രഹമാണ് തന്റെ സൗന്ദര്യം മറ്റുള്ളവർ കാണിക്കണം എന്നുള്ളത്. അത് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ആ വിഷയത്തിൽ മനസ്സിലാക്കുകയും ലജ്ജയുള്ളവരായി മാറുകയും ചെയ്യുക. മാതാപിതാക്കളോട് നാം പറയട്ടെ, നമ്മുടെ പെൺകുട്ടികളെ ചെറുപ്പം മുതലേ ലജ്ജ, ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതും നിൽക്കാൻ പാടില്ലാത്തതും അതുപോലെയുള്ള വിഷയങ്ങളും അങ്ങനെയൊക്കെ കൃത്യമായി ഒന്ന് നടക്കേണ്ട രീതിയിൽ ഒരു നടത്തം എങ്ങനെയായിരിക്കണം അതോടുകൂടി അങ്ങനെ എന്തൊക്കെ രീതിയിൽ ശ്രദ്ധിക്കണമെന്നുള്ളത് ചെറുപ്പം മുതൽ തന്നെ ലജ്ജ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, പെൺകുട്ടികളെ വളർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന ഭാര്യമാർ ഗൗരവത്തിൽ വിഷയത്തെ എടുക്കുക. തന്റെ സൗന്ദര്യത്തെ, ഒരു ഭർത്താവ് തന്നോട് ഇപ്പോ ഒരു നിക്കാബ് ധരിക്കാൻ ചില ഭർത്താക്കന്മാർ പറഞ്ഞ ഭാര്യമാർ കേൾക്കൂല. സഹോദരിമാരെ, നിങ്ങളുടെ മേലെ നിർബന്ധവും. ഭർത്താവ് പറഞ്ഞാൽ ഒരു സംശയമില്ലാത്ത നിർബന്ധവും, ഒരു സംശയമില്ല ആ വിഷയത്തിൽ. നിക്കാബ് നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ കാര്യം മുഖമാണ്. അത് മറക്കണത് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഗൗരവത്തിലുള്ള വിഷയമാണ്, അല്ലാതെ തന്നെ നിർബന്ധമാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്. 25ാമത്തെ വിഷയം ഖില്ലത്തുൽ വഫാഇ ലിസ്സൗജ്, ഭർത്താവിനോടുള്ള വഫായിലുള്ള കുറവ്.
വഫാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. അതായത് കഴിഞ്ഞ ദർസ് ഉദ്ദേശിച്ചത് പിന്നെ അഖ്താൽ അസ്വാജ് എന്നുള്ളതിൽ നാം സൂചിപ്പിച്ചിരുന്ന വിഷയമാണ് വഫാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവിയോട് ഉണ്ടായിരുന്ന വിഷയം എന്നുള്ള നിലക്ക് അതിന് കൃത്യമായൊരു മലയാളം വാക്കില്ല, ഒരു കൂറ് എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെയുള്ള ഒരു വിഷയം പറയാം. സഹോദരിമാർ, ചില സ്ത്രീകൾ ഭർത്താവിന് നല്ല ആരോഗ്യമുള്ള സമയത്ത്, ഭർത്താവിന് നല്ല സമ്പത്തുള്ള സമയത്ത്, ഭർത്താവ് നല്ല ചെലവഴിക്കുന്ന സമയത്ത് ഭർത്താവിനോടൊപ്പം ഏറ്റവും നല്ല രീതിയിലൊക്കെ ഉണ്ടാവും. ഭർത്താവിന് നല്ല സമ്പത്തുകളാണ്. ഭർത്താവിന് സാമ്പത്തികമായിട്ട് ഒരു തകർച്ച വന്നാൽ അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ, അതായത് അങ്ങനത്തെ എന്തെങ്കിലും അസുഖം വന്നാൽ, അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ ഭർത്താവിനെ തീരെ പരിഗണിക്കാതെ സാമ്പത്തികമായിട്ടില്ലാത്ത ഭർത്താവിനെ വില കുറച്ച് കാണുന്ന, ഒരു തനിക്ക് ഇത്ര കാലം ചെലവഴിച്ചതാണ് എന്നുള്ള ഒരു ബോധവുമില്ലാത്ത, ഒരു വഫാവുമില്ലാത്ത ഒഴിവാക്കുന്ന ചില സ്ത്രീകൾ കാണാം. സഹോദരിമാരെ, മോശപ്പെട്ട ഒരു ബുദ്ധിയുള്ള, ഒരു ദീനീ ബോധമുള്ള ഒരു സ്ത്രീക്ക് യോജിച്ച സ്വഭാവമേ അല്ല നല്ല സാമ്പത്തികമായിട്ടും മറ്റും നമുക്ക് ലാഭങ്ങൾ ലഭിക്കുമ്പോൾ ഭർത്താവിനെ നമ്മൾ കൊണ്ടുനടക്കുകയും ലാഭങ്ങൾ ഇല്ലാത്തപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത്. എന്നാൽ ചില സ്ത്രീകൾ ഭർത്താവ് മരണപ്പെട്ടാൽ പോലും ഭർത്താവിനോടുള്ള ഒരു വഫാ കാത്തു സൂക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ചരിത്രം ഷേഖ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് മഅ സൗജിഹാ ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക്, അവരുടെ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ഫാത്തിമത്ത് ബിൻത് അബ്ദുൽ മലിക് എന്ന് പറഞ്ഞാൽ ആരുടെ മകളാണ്? അമീറുൽ മുഅ്മിനീനായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, രാജകുടുംബത്തിലെ ഇസ്ലാമിക ഭരണാധികാരികളായിട്ടുള്ള കുടുംബത്തിലെ പെൺകുട്ടിയാണ് ഫാത്തിമ എന്ന് പറയുന്നത്. ഈ ഫാത്തിമയെ ഉമർ ബിൻ അബ്ദുൽ അസീസിന് വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഫാത്തിമയുടെ ഉപ്പ, അതായത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഭരിച്ചിരുന്ന നാടുകൾ ഏതൊക്കെയാണെന്ന് അശ്ശാം, അൽ ഇറാഖ്, അൽ ഹിജാസ്, അൽ യമൻ, അൽ ഇറാൻ, മിസ്ർ, സുഡാൻ, ലിബിയ, അങ്ങനെ ഒരു വലിയ ഒരു രാഷ്ട്രം തന്നെ, ഇസ്ലാമിക രാഷ്ട്ര വ്യാപ്തി. അത്രയും നാടിന്റെ ഭരണാധികാരിയാണ് ആര്? ഫാത്തിമത്തിന്റെ ഉപ്പ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്നുള്ളത്. അത് മാത്രമല്ല, ഖലീഫയുടെ മകൾ എന്ന് മാത്രമല്ല, 4 സഹോദരന്മാരുണ്ട്. ആ 4 സഹോദരന്മാരെന്താണ്? ഖലീഫമാരായത് 4 സഹോദരന്മാർ. ആരൊക്കെയാണെന്ന് വെച്ചാൽ അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്, യസീദ് ഇബ്നു അബ്ദുൽ മലിക്, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്. ഈ 4 പേരും ഖലീഫമാരായത്. ഇവരുടെ സഹോദരിയാണ് ആര്? ഈ ഫാത്തിമ എന്ന് പറയുന്നത്. അതായത് ഖലീഫയുടെ മകളും ഈ 4 ഖലീഫമാരുടെ കുടുംബത്തിലെ ഭരണാധികാരിയായിരിക്കുന്ന അവസ്ഥ. ഈ ഫാത്തിമയെ വിവാഹം കഴിപ്പിച്ചു വിടുന്ന സമയത്ത് അന്ന് നാട്ടിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ആഭരണങ്ങളും ഏറ്റവും നല്ല സ്വത്തുവകകളും അതുപോലെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. അത്രത്തോളം ആ രാജകുടുംബത്തിന്റെ അത്രത്തോളം എന്താ പറയുക, ഒരു രാജ്ഞിയായി തന്നെ വാഴ്ന്നിരുന്ന ആ ഫാത്തിമ ആ രീതിയിലാണ് വിവാഹം കഴിഞ്ഞു പോകുന്നത്. വിവാഹം കഴിഞ്ഞ് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അടുത്തെത്തുമ്പോ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, ചരിത്രം കേട്ടവർക്കറിയാം, 2ാം ഉമർ എന്ന് പറയണമെങ്കിൽ തന്നെ എത്രത്തോളം മഹത്വം ഉണ്ടായിരുന്നു എന്നുള്ളത്. നാട് മൊത്തം അമിനുണ്ടായിരുന്ന അത്രത്തോളം മഹത്തരമായ ഒരു ഖിലാഫത്തായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ. വളരെ കുറഞ്ഞ ദിർഹം കൊണ്ടായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഫാത്തിമ അത്രയും നല്ല അവസ്ഥയിൽ, അത്രയും വലിയൊരു സൗകര്യത്തിൽ വന്ന് ജീവിക്കുന്നത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൂടെയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ, വളരെ മനോഹരമായി, ഖനാഅത്തോടുകൂടി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തിൽ ആ രീതിയിൽ നല്ല രീതിയിൽ അവർ ജീവിച്ചു. അവർക്ക് പട്ടിണിയോ മറ്റു കുഴപ്പങ്ങളോ ഒന്നും ബാധിക്കാത്ത ആ വിഷയത്തിൽ സന്തോഷകരമായിട്ട് ജീവിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ത് പറയുന്നത്? തന്റെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ വലിയ ആഭരണങ്ങളും പവിഴങ്ങളും അതുപോലെയുള്ള ഈ കാര്യങ്ങൾ മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണമെന്നുള്ളത്. മുസ്ലിമീങ്ങളുടെ ബൈത്തുൽ മാലിലേക്ക് കൊടുക്കണമെന്നുള്ളത്. ഒരു കുഴപ്പമില്ലാതെ ആ ഭാര്യ കൊടുത്തു. ഫാത്തിമ ഒരു കുഴപ്പവുമില്ലാതെ തന്റെ കാര്യങ്ങൾ ആര് കൊടുത്തു? ഉമർ അബ്ദുൽ അസീസിന് കൊടുത്തു. അങ്ങനെ അവർ ജീവിച്ചു നല്ല രീതിയിൽ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മരണപ്പെട്ടിട്ട് പിന്നീട് ഖലീഫയായിട്ടുണ്ടായിരുന്ന തന്റെ സഹോദരൻ അഥവാ ഫാത്തിമത്തിന്റെ സഹോദരൻ പറഞ്ഞു,
നിനക്ക് നിന്റെ ആഭരണങ്ങൾ, നിനക്കുണ്ടായിരുന്ന ആഭരണങ്ങൾ ബൈത്തുൽ മാലിൽ നിന്നുള്ളത് ഞാൻ നിനക്ക് തിരിച്ചു നൽകാം, നിനക്ക് അത് ആവശ്യക്കാരനാണ്, മക്കളൊക്കെ ആവശ്യക്കാരാണ്, അത് നിനക്ക് തിരിച്ചു നൽകാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഫാത്തിമത്ത് പറഞ്ഞ ആ വാക്കെന്താണെന്ന് വെച്ചാൽ, എന്റെ ഭർത്താവ് അത് ഏറ്റവും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നത് അത് ബൈത്തുൽ മാലിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വമാ കുൻതു ലഉതീഉഹു ഹയ്യ വഅസീഹ് മൈത, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ അനുസരിക്കുകയും മരണത്തിന് ശേഷം അദ്ദേഹത്തെ ധിക്കരിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നില്ല. അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടമുണ്ടായിരുന്നത് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ടും ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഹോദരങ്ങളെ, തന്റെ ഭർത്താവിനോടുള്ള ഒരു കൂറ്, ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷവും തന്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ടിരുന്ന രീതിയിൽ കാര്യങ്ങൾ അവിടെ നടന്നോട്ടെ എന്നുള്ള ആ ഒരു കൂറുണ്ടത് വഫാ. ഇതാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന, എല്ലാം അഭിനയമായിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനോടുള്ള കടമകൾ, ഭർത്താവിനോടുള്ള പെരുമാറ്റങ്ങൾ എല്ലാം ഒരു അഭിനയമായി മാറിയിരിക്കുന്ന ഒരവസ്ഥ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഈ ചരിത്രത്തിൽ നിന്ന് വളരെ മനോഹരമായ പാഠങ്ങൾ സഹോദരിമാർക്ക് ഉൾക്കൊള്ളാനുണ്ട്. സമ്പത്തോ മറ്റുള്ളതോ ഒന്നുമല്ല, ഭർത്താവിന് കൊടുത്ത ആ ഒരു വില, ആ ഒരു മഹത്വം അത് മനസ്സിലാക്കാൻ സ്ത്രീകൾ തയ്യാറാവുക എന്നുള്ളത്. അതുകൊണ്ട് ഭർത്താവിനോട് വഫാ ഉണ്ടാവുക. വഫായിന്റെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വ്യക്തമായി കൃത്യമായി അതിന്റെ ആശയം പറയാനുള്ള ഒരു മലയാളം വാക്ക് ഞാൻ ഒരുപാട് പരിശോധിച്ചു, എനിക്ക് ലഭിച്ചിട്ടില്ല. 26-ാമത്തെ വിഷയം, അവസാനത്തെ വിഷയം, ഖില്ലത്തു തഖ്വല്ലാഹ് ബഅദ ഫിറാഖി സൗജ്. ഭർത്താവിനെ പിരിഞ്ഞതിന് ശേഷം, അഥവാ ഖുലൂ കൊണ്ടോ ത്വലാഖ് കൊണ്ടോ വിവാഹം ഒഴിവാക്കിയതിനു ശേഷം, വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിവായതിനു ശേഷം എന്തുണ്ടാവുക? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലുള്ള കുറവുണ്ടാവുക. അതായത് അള്ളാഹു തആല നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. ചില കുടുംബങ്ങളിൽ ത്വലാഖ് ആവശ്യമായി വരാറുണ്ട്. ഭാര്യയും ഭർത്താവിനെയും ആ ബന്ധത്തിൽ നിന്ന് വേർപിരിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അങ്ങനെ വേർപിരിക്കേണ്ടി വന്നാൽ ചില സഹോദരിമാർ ഭർത്താവിനെ ആക്ഷേപിക്കുന്ന, തന്റെ മക്കളോട് അവരുടെ ഉപ്പാനെ പറ്റിയിട്ടുള്ള കുറവുകൾ, ന്യൂനതകൾ, കുറ്റങ്ങൾ അതുപോലെ എല്ലാം പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ നാട്ടുകാരോട് സമൂഹത്തിൽ ഭർത്താവിന്റെ കുറവുകളും ഭർത്താവിന്റെ എല്ലാം അവർക്കറിയുന്ന എല്ലാം പരസ്യമായി പറഞ്ഞ് ഭർത്താവിനെ താറടിക്കുന്ന, തരം താഴ്ത്തുന്ന ചില സ്ത്രീകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു വിവാഹം പോകുന്നതിന് ശേഷം തന്റെ സൂക്ഷ്മത കാത്തുസൂക്ഷിക്കാൻ പറ്റാതെ അന്യപുരുഷന്മാരുമായിട്ടുള്ള ബന്ധത്തിലും അതുപോലെ പോകുന്ന അവസ്ഥ. സഹോദരിമാരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ അവസ്ഥ വന്നാൽ അള്ളാഹു താല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു താല നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ സന്തോഷകരമായി കൊണ്ടുപോകുമാറാകട്ടെ. എന്നാൽ അതുപോലെ ഒരു അവസ്ഥ വന്നാൽ അത് നമ്മുടെ മക്കളുടെ ഉപ്പ എന്നുള്ള നിലക്ക് മക്കളെ ഏറ്റവും നല്ല രീതിയിൽ ഉപ്പാനെ കുറിച്ച് മോശമായി ധരിപ്പിക്കാതെ ഏറ്റവും നല്ല രീതിയിൽ ഉപ്പാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും ആ മക്കളെ നല്ല രീതിയിൽ വളർത്താനും അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ ആ രീതിയിൽ മാന്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്, അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇതിൽ അവസാനമായി പറയുന്നത്, നമ്മൾ ഇത് ഒരുപാട് തവണ പറഞ്ഞ വിഷയമാണ്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഏത് കാര്യം നാം ചെയ്താലും അതിനുള്ള പ്രതിഫലം ആ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമനുസരിച്ചായിരിക്കും, രീതി അനുസരിച്ചായിരിക്കും എന്നുള്ളത്. അവസാനമായി സഹോദരിമാരെ, നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഭർത്താക്കന്മാരുടെ അബദ്ധങ്ങൾ, ഭാര്യമാരുടെ അബദ്ധങ്ങൾ എന്നുള്ള 2 റിസാലകൾ നാം ഇവിടെ, അതിന്റെ വിഷയങ്ങൾ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പലരും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം എടുക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മേലെയും പരിശോധനയുടെ മേലെയും ലഭിച്ച ഒരു റിസാലയാണ് ഈ 2 എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നു, നല്ല ഇഖ്ലാസോടുകൂടി തന്റെ തെറ്റുകൾ തിരുത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരാൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ഒരുപാട് ഉപകരിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ അവസാനമായി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്നാമത്തെ വിഷയം, ഈ വിഷയങ്ങൾ ഇത് മുഴുവൻ കേട്ട ആളുകൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കഠിനമായ പരിശ്രമത്തിലൂടെ, കഠിനമായി സ്വയം പരിശ്രമിച്ചുകൊണ്ട് ആ ന്യൂനത മാറ്റിയെടുത്ത് ഏറ്റവും നല്ല രീതിയിൽ മാറാൻ
ശ്രമിച്ചാൽ അല്ലാഹു തആല തീർച്ചയായിട്ടും നമുക്ക് തൗഫീഖ് നൽകും. അതിലൊരു സംശയവും ഇല്ല തന്നെ. അവസാനമായി ഭാര്യ ഭർത്താക്കന്മാരോട് പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന, മനുഷ്യർക്ക് ഒരുക്കിയിട്ടുള്ള വലിയൊരു നിഅമത്താണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളത്. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിപ്പിൽ ആദ്യത്തെ ബന്ധമുണ്ടാക്കി എന്നുള്ളത് അത് ഒരു വിവാഹ ബന്ധമാണ്. അതുകൊണ്ട് ഓരോ പുരുഷന്റെയും ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ ഏറ്റവും ആസ്വാദികരമായിട്ട്, ഏറ്റവും സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനും നാളെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാനുള്ള അമാലുകൾ ചെയ്യാനുമുള്ള ഒരു അവസരമാണ് ഓരോ വിവാഹവും എന്നുള്ളത്. അതിന് പ്രത്യേകം വേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ക്ഷമയാണ്. സ്ത്രീക്കും പുരുഷനും നമ്മളൊരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഭർത്താവിനെ മനസ്സിലാക്കുക. ആ പുരുഷനുണ്ടാകുന്ന പുരുഷന്റെ സ്വഭാവങ്ങളെയും മറ്റു പല കാര്യങ്ങളെയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരോട് പെരുമാറാൻ തയ്യാറാവുക. അതുപോലെ തന്നെ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോടും പറയാനുള്ളത്, നിങ്ങളുടെ ഭാര്യയെ ആ സ്വഭാവത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പഠിക്കുക. അവരൊന്ന് മനസ്സിലാക്കുക, അവർക്കുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. എന്നിട്ട് മുന്നോട്ട് പോയാൽ, ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് എല്ലാം എളുപ്പമായി കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എല്ലാ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാവരും വിചാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, എന്റെ കുടുംബത്തിൽ മാത്രം എന്തെങ്കിലും ഓന്റെ ഭാര്യയും ഭർത്താവ്, ഓന്റെ ഭാര്യ ഉണ്ടെങ്കിൽ എന്തല്ല, ഓളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്തല്ല സ്വഭാവമാണ്. അത് പുറത്തേക്ക് കാണാം. ഒരു ചിലപ്പോൾ നമ്മളെ വിചാരിക്കാതെ തന്നെ ആയിരിക്കും, ഒരു ഇങ്ങോട്ട് വിചാരിക്കാതായിരിക്കും. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ കുടുംബം എങ്ങനെ ആയല്ലോ എന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആണായിട്ടും പെണ്ണായിട്ടും സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ് സൃഷ്ടിച്ചത്. അത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രമാണ്. വിവാഹമോ കുടുംബജീവിതമോ ബാക്കിയുള്ള കാര്യങ്ങളോ നമ്മുടെ സൃഷ്ടിപ്പിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ല. അതായത് അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ കുടുംബമോ വരാൻ പാടില്ല എന്നുള്ളത്. അതായത് മനസ്സിലായല്ലോ, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടുന്നിടത്ത് ഇവരൊന്നും നമുക്ക് തടസ്സമാവരുത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ, വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ, ഭാര്യമാരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ ദീനിൽ നിന്ന് തെറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഭർത്താക്കന്മാരിലും നിങ്ങൾ ദീനിൽ തെറ്റിക്കുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്ക് ഏറ്റവും വലിയ ഹക്കും കടമയും നമ്മുടെ റബ്ബിനോടായിരിക്കണം, അള്ളാഹുവിനോടായിരിക്കണം. ആ അല്ലാഹു തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള കടമകളും ബാധ്യതകളും നമ്മൾ ഇവിടെ സൃഷ്ടികളോട് നിർവഹിക്കുകയും വേണം. അതിന്റെ ഭാഗം മാത്രമായിട്ട് ഒരാൾക്ക് കുടുംബജീവിതത്തെ കാണാൻ സാധിച്ചാൽ അവന് ഏറ്റവും നല്ല ജീവിതം ഇവിടെ അവന് ജീവിക്കാൻ സാധിക്കും. ഏറ്റവും നല്ല രീതിയിൽ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല, എന്റെ വിവാഹമാണ്, എന്റെ കുടുംബമാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള നിലക്കൊരുത്തൻ ചിന്തിച്ചാൽ അവൻ അള്ളാഹുവിൽ നിന്ന് തെറ്റുകയാണ്. അള്ളാഹു അവനെ എന്തിനാണ് സൃഷ്ടിച്ചത് അതിന്ന് തെറ്റിക്കുകയാണ്. അതവന്റെ ഒരിക്കലും അവനത് പൂർണ്ണമായി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മൾ ഇന്ന് മരണപ്പെട്ട നാളെ ഖബറിൽ ഭാര്യ ഉണ്ടാവൂല, ഭർത്താവ് ഉണ്ടാവൂല, മക്കളുണ്ടാവൂല, ആരും ഉണ്ടാവൂല. നമ്മുടെ മനസ്സിലെ മൻകാനത്തു ദുനിയ ഹമ്മഹു ഫറഖല്ലാഹു അലൈഹി അംറ, ഒരുത്തന്റെ പ്രധാന ചിന്ത ദുനിയാവാണെങ്കിൽ അല്ലാഹു തആല അവന്റെ കാര്യങ്ങൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. ഒരുത്തന്റെ നിയ്യത്ത് പരലോകമാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഒരുമിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖൽബിലെ നിയ്യത്ത് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായി, ആ നിയ്യത്തിന്റെ മേലെ നമ്മുടെ മറ്റെല്ലാ ബന്ധങ്ങളെയും കൊണ്ടുപോകാൻ സാധിച്ചാൽ അതാണ് ഒരുത്തനുള്ള ഏറ്റവും വലിയ സന്തോഷവും വിജയവും എന്നുള്ളത്. അതുകൊണ്ട് ഗൗരവപൂർവത്തിൽ ഈ കാര്യം മനസ്സിലാക്കുക. അവസാനമായി ശൈഖ് കൊടുത്ത ആയത്ത് പറയുന്നു, ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. നാം ഉദ്ദേശിച്ചത് നമ്മുടെ കഴിവിന്റെ എനിക്ക് കഴിയുന്നത് പോലെ നന്മ വരുത്താനാണ്. വമാ തൗഫീഖ ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു തൗഫീഖും ഇല്ല. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവനിൽ വരമേൽപ്പിക്കുന്നു, അവനിലേക്കാണ് മടങ്ങുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവൻ കേൾക്കുന്നവർക്ക്
ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.